ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. വൈറ്റ് പെയിൻ്റ് ആയതുകൊണ്ട് ജനലിൻ്റെ സൈഡിലും മറ്റും ഇതുപോലെ കറയായിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു മാറ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ അളവെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പത്രം എടുത്തിട്ട് പത്രം വെച്ചിട്ടാണ് ഇവിടുത്തെ അളവെടുക്കുന്നത്. പത്രം ആകുമ്പം പശ വെച്ച് ഒട്ടിക്കുമ്പോഴും എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പത്രം എടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് വൂളൻ ത്രെഡാണ്. അത് ഇതുപോലെ നമ്മൾ മുടിയൊക്കെ പിന്നുന്ന പോലെ ഒന്ന് പിന്നി കൊടുക്കുക. ഞാനിവിടെ 2 ലെയർ ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി സാധാരണ നൂല് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് മൊത്തം ഇതുപോലെ പിന്നിയെടുക്കാനും പറ്റും, പിൻ ചെയ്ത് വെച്ചിട്ട് ഒട്ടിക്കാം. ഇനി ഞാനിവിടെ 2 ലെയർ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഫെവിക്കോളാകുമ്പോൾ എളുപ്പത്തിൽ ഒട്ടി കിട്ടില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളൊരു സെല്ലോ ടൈപ്പോ ഇൻസുലേഷൻ ടൈപ്പോ മറ്റോ എടുത്തിട്ട് സൈഡൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ത്രെഡിൻ്റെ മേലെ കൂടെയും കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യണം, എന്നാലേ അത് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ സമയം എന്തിനാ വെറുതെ കളയുന്നത്, ഇതിനേക്കാളും നല്ല സാധനം നമുക്ക് വാങ്ങിക്കാൻ കിട്ടൂലേ എന്നൊക്കെ. അത് പറയാനും കുറേ പേരുണ്ടാകും. പക്ഷെ നമ്മളിങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, ഇതൊക്കെ വേറെ തന്നെയാണ്. എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ തന്നെ മതി എന്നുള്ളൊരു ചിന്ത മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളത് പകുതിക്ക് ഉപേക്ഷിക്കുകയുള്ളൂ, നമ്മളത് കംപ്ലീറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനമെടുത്ത് നമ്മൾ തന്നെ ചെയ്യുക, അതെന്ത് കാര്യമാണെങ്കിലും. ഞാനിത് രാത്രിയാണ് ചെയ്തു വെച്ചത്. ബാക്കിയുള്ള കാര്യങ്ങൾ നേരം വെളുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു രാത്രി മൊത്തം ഇതുപോലെ ഞാൻ ഒന്നും ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ടാണ് പിന്നെ ബാക്കി ആ പുറകിൽ ഒട്ടിച്ച പേപ്പർ ഇളക്കിയെടുത്തു. അത് കംപ്ലീറ്റ് പോകണമെന്നില്ല, കുറച്ചവിടെ നിന്നാൽ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ആ സൈഡിൽ വരുന്ന 2 ഭാഗത്തും നടുക്കും അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വൂളൻ ത്രെഡ് എടുത്തിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, എന്നാലും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു.